ഇന്നൊരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. പൈനാപ്പിളിനെ മുകളിലത്തെ തൊലി ചെത്തിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. ഇതിൻ്റെ അകത്തെ ഈ കൂഞ്ഞിൽ എടുത്ത് മാറ്റണം. നിങ്ങളുടെ നാട്ടിൽ കൂഞ്ഞിൽ എന്നാണോ പറയുന്നത്? ഞങ്ങളിവിടെ ഇതിന് കൂഞ്ഞിൽ എന്നാണ് പറയുന്നത്. ഇതുണ്ടെങ്കിൽ നമ്മുടെ നാക്ക് ചൊറിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് മാറ്റണം. ഇങ്ങനെ ചെറിയ സൈസാക്കി മുറിച്ചിടുക. ഇങ്ങനെ മുറിച്ച പീസസ് ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് മിക്സിയുടെ ജ്യൂസർ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കണം. ഒരു പൈനാപ്പിളിന് 1 ഏലക്ക ഇട്ട് അടിക്കുന്നത് വളരെ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഞാൻ ഏലക്ക പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിനുശേഷം വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് അടിക്കുകയാണ്. രുചികരമായ പൈനാപ്പിൾ ജ്യൂസ് റെഡിയായിരിക്കുന്നു. ഇത് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഏലക്ക ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തണുത്ത വെള്ളം ചേർത്താണ് ഞാൻ അടിച്ചെടുത്തത്. അതുകൊണ്ട് ഞാനിവിടെ ഐസ് ക്യൂബ് ഇടുന്നില്ല. ഐസ് ക്യൂബ് ഇടാമെങ്കിൽ കൂടുതൽ തണുപ്പോടുകൂടി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.